ഹലോ ഡിയർ ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. മിൽക്ക് യൂസ് ചെയ്യാതെ തന്നെ 10 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഇവിടെ ഞാൻ അടുപ്പത്തൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം ഈ ഒരു ബൗളിൻ്റെ കണക്കിലാണ് പറയുന്നത്. ഇതിൽ ഫുള്ളായിട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ആ സെയിം ബൗളിൽ തന്നെ പകുതി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്രമാണോ മെഷർ ചെയ്യാൻ എടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ പകുതി ആയിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളമല്ല. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നമ്മുടെ ഈ ഒരു മിൽക്ക് കേക്ക് സാധാരണയായിട്ട് ദിവാലിക്കൊക്കെ നല്ല സ്വീറ്റ് ബോക്സിലാക്കി വരാറുണ്ട്. പിന്നെ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഡെസേർട്ട് ഐറ്റം ആയിട്ട്. എൻ്റെ പേഴ്സണലി കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഡെസേർട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, മറക്കണ്ട. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞത് ആർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ഐറ്റം ആയതുകൊണ്ടാണ്. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മുടെ പാലെല്ലാം കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതാ ഇതിലേക്ക് ഒരു നാരങ്ങേൻ്റെ നീരും കൂടി വേണം. അപ്പോൾ ഞാനതൊന്ന് പിഴിഞ്ഞെടുക്കുകയെന്ന്. അപ്പോൾ ഈ ഒരു ബൗളിൻ്റെ അളവിലാണെങ്കിൽ ഏകദേശം ഒരു വലിയ ബൗളിൻ്റെ അളവിലാണെങ്കിൽ നമുക്ക് ഒരു നാരങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഒരു 2 ബൗൾ അല്ലെങ്കിൽ 2 കപ്പ് മിൽക്ക് പൗഡറൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ 2 നാരങ്ങ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ എനിക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ളൂ. നമ്മുടെ മിൽക്ക് പൗഡറിൻ്റെ മിക്സ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് തിക്കാക്കിയെടുക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലേക്കൊരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി 1 മിനിറ്റ് ആകുമ്പോഴേക്കും, 1 മിനിറ്റ് ആകണ്ട, അതിനു മുമ്പ് തന്നെ നന്നായി ലൂസാവുന്നത് കാണാം. കുറച്ച് ഒരു വെള്ളം പോലെ പഞ്ചസാര കലിഞ്ഞ് വരുന്ന കാണാം. അപ്പോൾ ഫ്ലെയിം നന്നായി കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമുക്ക് പിന്നെയും നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം മിക്സായി പിന്നെയും നന്നായി തിക്കായി വരും. പഞ്ചസാര നല്ലോണം മിക്സായി എന്ന് കാണുമ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങനീര് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കാം. മിക്സ് ആയിട്ട് തന്നെ ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. നല്ല പശുവിൻ നെയ്യ് തന്നെ ചേർക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായി കുറുകിയിട്ടുണ്ട്. അപ്പോൾ നെയ്യും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കാണാൻ മനസ്സിലാവും. അടിയിൽ നമ്മളെ പാത്രത്തിന് പിടിക്കുന്നില്ല. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ വിട്ട് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒരുപാട് കട്ടിയാവാൻ നിൽക്കേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പരുവം മാത്രം മതി. ഇപ്പോൾ ഞാനിതാ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയെന്ന്. അപ്പോൾ ഞാനിവിടെ കുട്ടികളൊരു ടിഫിൻ ബോക്സ് എടുത്തിട്ടുള്ളത്. ചൂടോടെ തന്നെ നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റീലിൻ്റെ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ എണ്ണ തടവിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമ്മൾ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാം. നല്ല സ്ക്വയർ ആയിട്ടുള്ള പാത്രം കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ പിന്നീട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓവനിലൊക്കെ വെക്കുന്ന ട്രേ ഉണ്ടല്ലോ ഗ്ലാസിൻ്റെ, അപ്പോൾ അതൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ നല്ലോണം സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തോണ്ടി തിന്നേന്ന്, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. നമ്മുടെ മിൽക്ക് പൗഡറിൻ്റെ കളറല്ല, അതിൽ നിന്ന് കുറച്ചൊരു കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് തട്ടിക്കൊടുക്കാം. നമ്മുടെ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ്. നമ്മൾ വായിലിടുമ്പോൾ തന്നെ നല്ലോണം അലിഞ്ഞു പോകും, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ മിൽക്ക് കേക്ക് അയച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഞാനിത് ഒന്നിനെ സ്ക്വയർ ഷേപ്പ് ആക്കിയത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാനും ടേസ്റ്റ് ആക്കാനും വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പിസ്ത കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ക്രഷ് ചെയ്തിട്ട്. അപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവും. അപ്പോൾ നമ്മുടെ മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് സെർവ് ചെയ്ത് നമുക്ക് തിന്നാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പം തന്നെ എൻ്റെ മക്കൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണമെന്നേ ഞാൻ പറയുള്ളൂ. അത്രയും ടേസ്റ്റിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.